വ്ലോഗാണ്. ഹായ്. കിടക്കട്ടെ. കൊണ്ടുപോകാനുള്ള മരുന്നെടുത്ത് വെച്ചോ? നീ സ്കൂളിൽ പോയോ അതിന് കഴിഞ്ഞ ആഴ്ച? ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? അപ്പം ഞാൻ എന്താ രാവിലെ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം, മക്കളെ സ്കൂളിൽ വിടണം, വേറെ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്. അപ്പൊ ആ അല്ലറ ചില്ലറ പണികൾ ചിലപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പത്തെ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതാ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാൻ ഞാൻ തലേ ദിവസം തന്നെ കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതാ കടല ഞാൻ മൺചട്ടിയിലാണ് വെള്ളത്തിലിട്ടത്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ചുമ്മാ ഒരു രസം. അപ്പൊ അങ്ങനെ കണ്ടപ്പോ ഒരു കൗതുകം. അപ്പൊ ഞാൻ ദാ അങ്ങനെ വെള്ളയപ്പത്തിനുള്ള മാവൊക്കെ അരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ വെള്ളയപ്പത്തിന്റെ മാവിന്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടേക്കാം. പിന്നെ ഞാൻ ദാ കടല നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ കുതിർത്തി വെക്കുകയാണെങ്കിലേ കുറേ നേരം ഒന്നിട്ട് വിസിലടിക്കണ്ട കേട്ടോ, അല്ലെങ്കിൽ ഒരു 8-10 വിസിൽ അടിക്കേണ്ടി വരും. ഇതിപ്പോ ഒരു 4-3 വിസിലിന്റെ കടല നല്ല പഞ്ഞി പോലെ നമുക്ക് വെന്ത് കിട്ടും. ഞാൻ ഇവിടെ ഞാൻ സാധാരണ എപ്പോഴും സവാളയും പച്ചമുളകും എല്ലാം ഇട്ടിട്ട് വേവിച്ച് ഒറ്റയടിക്ക് അങ്ങ് എടുക്കുക പതിവ്. പക്ഷെ ഞാൻ ഇന്നിപ്പോ വറുത്തരച്ചിട്ടാണ്ടോ കടലക്കറി വെക്കണേ. അപ്പൊ ദാ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ദാ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കടല. വേറെ സവാള ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പൊ നേരം വെളുത്ത് വരുന്നുള്ളൂ കേട്ടോ. 5:30 ആയിട്ടുള്ളൂ. ഇപ്പോഴാണെങ്കിൽ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് നന്നായിട്ട് അങ്ങ് നേരം വെളുക്കുക, വെട്ടം വെക്കുക. ഈ സമയത്തൊക്കെ അല്ലെങ്കിൽ ഒരു സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഒരു 6 മണിയാകുമ്പോഴത്തേന് നല്ല വെളിച്ചം വരൂല്ലേ. ഇപ്പൊ ഒരു 7 മണി 6:30 മണിയൊക്കെ ആകുമ്പോഴാണ് ഇങ്ങനെ അങ്ങ് വെട്ടം വെച്ച് വരിക. അപ്പൊ ഞാൻ കരുതി കടല അവിടെ വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ വറുത്തരച്ചാ വെക്കുന്നതെന്ന്, അപ്പൊ വറുത്തരയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഭയങ്കര കുറേ തേങ്ങ ഇട്ടിട്ടൊന്നും അല്ല, കുറച്ച് തേങ്ങ ഇട്ടിട്ടാണ്. കാരണം ഇവിടെ എല്ലാവർക്കും ചാറുകറി ഇഷ്ടമെന്ന് ഞാൻ എപ്പോഴും പറയുമല്ലോ. കുറച്ച് നീളം ഉള്ള ചാറുകറി, കുറച്ച് നീളത്തിലുള്ള ചാറുകറിയാണ് ഇഷ്ടം. ചാറുകാരാണ് ഇവിടെയുള്ള എല്ലാവരും. ഞാൻ മാത്രമേ ഉള്ളൂ ഇച്ചിരി ഉണങ്ങിയിരിക്കണം, ഡ്രൈ ആയിട്ടിരിക്കണം കറി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ ദാ ഇവിടെ മസാലകളെല്ലാം പട്ട, കറിയാമ്പൂ, ഏലക്ക, പിന്നെ നമ്മുടെ പെരുംജീരകം ഇതെല്ലാം കൂടി വെളിച്ചെണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ച ശേഷം ഞാൻ ദാ തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ മുഴുവൻ മല്ലി ഇടാൻ മറന്നു പോയിട്ടോ കടലക്കറിക്ക്. എനിക്ക് തോന്നുന്നു ഗരം മസാലേനേക്കാൾ കൂടുതൽ കടലക്കറിക്ക് ടേസ്റ്റ് നൽകുന്നത് നമ്മുടെ ഈ മുഴുവൻ മല്ലിയൊക്കെയാണ്, അല്ലെങ്കിൽ മല്ലിപ്പൊടിയാണ്. അപ്പൊ അത് നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും അതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ ഈ മഞ്ഞപ്പൊടി എന്ന് പറയുന്നത് മഞ്ഞൾ പൊടി എന്നാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ സ്പീഡിൽ അങ്ങ് പറയുമ്പോൾ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ തേങ്ങയുടെ ആ ഒരു പെട്ടെന്ന് തേങ്ങ കരിഞ്ഞു പോകും. ചൂടിച്ചിരി അങ്ങ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്ന നേരം കൊണ്ട് തേങ്ങ അങ്ങ് കരിയും. അപ്പൊ കരിയാണ്ടിരിക്കാൻ നമ്മൾ വേപ്പില നന്നായിട്ട് കഴുകിയിട്ട് ചെറിയൊരു ഈർപ്പത്തോടു കൂടി അങ്ങടേക്ക് ഇട്ടാൽ മതി. പിന്നെയാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്, ഞാൻ വെളുത്തുള്ളി ഇഞ്ചി അതിലിട്ടങ്ങ് മൂപ്പിച്ചില്ലല്ലോ. അപ്പൊ നടുക്ക് ഒരു കുഴി ഉണ്ടാക്കി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പയ്യെ ഒന്ന് മൂപ്പിച്ചിട്ട് ആ തേങ്ങയുടെ കൂടി ഇട്ടങ്ങ് ഇളക്കി. പിന്നെ ആ തേങ്ങയുടെ ചൂടിലിരുന്ന് അങ്ങ് മുരിഞ്ഞോളും. പിന്നെ നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. അതൊന്ന് തണുത്ത് വരണം. കണ്ടോ, കുറച്ചുള്ളൂ, ഒരു ചെറിയ തേങ്ങ, അതിന്റെ ഒരു മുറി തേങ്ങ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ അത് അവിടെ ഇരുന്ന് തണുത്ത് വരട്ടെ, കടലയൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ. ഞാൻ ആദ്യത്തെ ഒരു ഫ്ലെയിം മാത്രമേ ഒരു വിസിൽ മാത്രമേ ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ അടുപ്പിക്കുള്ളൂ. പിന്നെ ഞാൻ ബാക്കിയുള്ള 2 വിസിലിൽ ലോ ഫ്ലെയിമിലിട്ടാണ്, സിമ്മിലിട്ടിട്ടാണ് കേട്ടോ അടിച്ച് കേൾപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് നല്ല കടല നല്ല പഞ്ഞി കുറുക്ക് പോലെ വെന്ത് കിട്ടും. അപ്പൊ ഞാൻ എന്താ അവിടെ ക്യാബേജ് തോരൻ വെക്കണം. മക്കൾക്ക് സ്കൂളിൽ ലഞ്ച് കൊണ്ടുപോകണമല്ലോ. അപ്പൊ ഞാൻ ക്യാബേജ് അവിടെ തോരൻ വെക്കുന്നുണ്ട്. അപ്പൊ എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്താ ജിഫി ചാനൽ അങ്ങ് വലുതാവാത്തെ? 30K കഴിഞ്ഞിട്ട് പയ്യെ ഞൊരച്ചാണല്ലോ പോകുന്നേ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ദൈവത്തിന്റെ കയ്യിൽ ഒരു സമയം ഉണ്ടല്ലോ, അപ്പൊ അത് ആയിക്കോളും. എനിക്കും ഭയങ്കര സങ്കടം തോന്നും ചില നേരത്തൊക്കെ, അയ്യോ ദൈവമേ എന്റെ ചാനൽ അങ്ങ് കേറുന്നില്ലല്ലോ, എനിക്ക് ഭയങ്കര വിഷമമൊക്കെ തോന്നി. ഞാൻ കുറെ എഫേർട്ട് എടുത്തിട്ട് എന്താണ് ഈശ്വര ഇങ്ങോട്ട് എനിക്ക് ഓരോരോ തടസ്സങ്ങൾ വരികയാണല്ലോ. പിന്നെ ഞാൻ കരുതി എനിക്ക് തമ്പുരാനൊരു സമയം വെച്ചിട്ടുണ്ടാവും. അതൊരു മിഡിൽ ക്ലാസ് യൂട്യൂബറിന്റെ രോദനമാണ് കേട്ടോ. ഒരു വീട്ടമ്മയുടെ രോദനാണത്, യൂട്യൂബർ വീട്ടമ്മയുടെ രോദനം. നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി. അപ്പൊ ഞാൻ ക്യാബേജ് അരിഞ്ഞിട്ട് തേങ്ങയും പച്ചമുളകും സവാളയും പിന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കൂട്ടി തിരുമ്മി എടുക്കുന്നുണ്ട് ക്യാബേജ്. ഇത് എളുപ്പത്തിൽ നമുക്കൊരു തോരൻ ഉണ്ടാക്കാവുന്നൊരു റെസിപ്പിയാണ് കേട്ടോ.
അപ്പൊ ഇതാ കടുക് പൊട്ടിച്ച് വറ്റൽമുളകും വേപ്പിലയും ഇട്ടിട്ട് ഞാൻ കുറച്ച് ഉഴുന്നിട്ടു കേട്ടോ. അപ്പൊ ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടും. അപ്പൊ അതാ ഉഴുന്നിട്ട ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ തിരുമ്മി കൂട്ടി വെച്ച തേങ്ങയും അതേപോലെ ക്യാബേജും പച്ചമുളകും സവാളയൊക്കെ ആയിട്ടുള്ള മിക്സ് ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ നന്നായിട്ട് അതിന്റെ ഉപ്പൊക്കെ എല്ലാം അവിടുത്തെ എത്തിയിട്ടുണ്ടാവും. നന്നായിട്ട് നമുക്ക് ആ ഒരു മുരുവിൽ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൂട്ടി അങ്ങോട്ട് ഇങ്ങനെ പൊത്തി വെക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറിയ വെന്ത് വരുന്ന സാധനമാണ് ഈ ക്യാബേജ് ഒക്കെ. അപ്പൊ നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും നമ്മുടെ കടല ഇവിടെ നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടല എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. ഞാൻ കടല എപ്പോഴും അരച്ച് ചേർക്കണം എന്ന് പറയില്ലേ, അപ്പൊ അല്ലെങ്കിൽ കടലപ്പൊടി ഇച്ചിരി കുറുക്കി ഒഴിച്ചാലും മതി. പക്ഷെ എനിക്ക് അതിനേലും ഇഷ്ടം കുറച്ച് വെന്ത കടല അരച്ച് ചേർക്കണം. അപ്പൊ ഒരു 10-20 കടല, 20 എന്ന് പറഞ്ഞാൽ എണ്ണി എടുക്കല്ല, കുറച്ച് കടല ഞാൻ ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ അരച്ചിടും. അപ്പൊ നമ്മുടെ വറുത്തരപ്പ് ഇതാ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുത്തിട്ട് നമുക്ക് നമ്മള് വറുത്തരപ്പ് ഉണ്ടാക്കിയ ആ പാത്രം ഇല്ലേ, അത് ഞാൻ കഴുകിയൊന്നുമില്ല, അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ പച്ചമുളകല്ലാടാ സവാളയും പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആ ചട്ടിയിൽ തന്നെ അങ്ങോട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ 2 വറ്റൽമുളകും കീറി ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നമുക്ക് അങ്ങോട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിടാം കേട്ടോ. ഉപ്പ് നമ്മളിപ്പോ കടലേക്ക് അരച്ചിടുമ്പോഴത്തേന് ഇച്ചിരി ഉപ്പിന്റെ ഒരു കുറവ് ഏറ്റക്കുറച്ചിലുണ്ടാവും. അപ്പൊ നമുക്കത് ബാലൻസ് ചെയ്യാൻ ഇച്ചിരി ഉപ്പിടാം. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട ശേഷം നമ്മുടെ ആ വറുത്തരപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അത് നന്നായിട്ട് കുറുകി വരുമ്പോൾ നമ്മുടെ കടല അരച്ചിട്ട് നമുക്ക് ആ മസാലക്കൂട്ടിലേക്ക് ഇടാം കേട്ടോ. ആ വറുത്തരപ്പിലേക്ക് ഇടാം. പിന്നെ അതൊന്ന് തിളച്ചു വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചോളൂ. ഞാൻ ഇവിടെ ഇത്തിരി ചാറുകാരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ആ മിക്സി കഴുകിയ വെള്ളം ഇച്ചിരി ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ അത് അവിടെ ഇരുന്ന് അങ്ങ് തിളച്ചു വരട്ടെ. അപ്പൊ നമ്മുടെ ക്യാബേജ് നടക്ക് നോക്കാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ അവിടെ ഇരുന്നത് കരിഞ്ഞു പോകും. ഞാൻ പറഞ്ഞല്ലോ 5 മിനിറ്റ് മതി ക്യാബേജ് ഒക്കെ ഒന്ന് ആവാനായിട്ട്. അത് അടച്ചു വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിക്കാം. എന്നിട്ട് നമുക്കത് അപ്പം തന്നെ ഇറക്കി വെക്കാം കേട്ടോ. ഒരു തവണ ഇളക്കി വെക്കാനുള്ളതേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ഇവിടെ വറുത്തരപ്പൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഇനി കടല കൊട്ടിയിടുക, അത്രേ ഉള്ളൂ. അവസാനം എന്താ കുറച്ച് ടേസ്റ്റിന് നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞ് അതിലേക്ക് ഇടാം. ഇത്രേ ഉള്ളൂ കേട്ടോ. അതിന്റെ ആ പച്ചമണം മാറുന്നതിന് മുന്നേ തന്നെ നമുക്കിതങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അടച്ചു വെക്കാം. നല്ലൊരു സൂപ്പർ കറിയാണ് കേട്ടോ. അപ്പൊ അന്നമോൾ ഇതാ കിച്ചണിൽ വന്നിട്ടുണ്ട്. രാവിലെ ആന്റിക്കുള്ള ചായ ഒക്കെ കൊണ്ടു കൊടുക്കുന്നത് അവളാണ്. അപ്പൊ രാവിലെ ആന്റിക്കുള്ള ചായ നമുക്ക് റെഡിയാക്കി. ഗുഡ് മോർണിംഗ് പറഞ്ഞു. കുനെ വിളിക്കാൻ നേരമായി. ജോക്കുട്ടനെ വിളിക്കാനേ നേരെ വിട്ടുണ്ട്. അയ്യടാ പിന്നെ കുളിക്കണ്ടേ? വരുമ്പോ ചായ കുടിച്ച് ടിവിയും കണ്ട് പിന്നെ ട്യൂഷനും നേരവും. രാവിലെ ഇപ്പൊ നല്ല തണുപ്പായതുകൊണ്ട് കുളിക്കാൻ മടിയാവാന്ന് പറയാൻ കേട്ടോ എന്റെ മോള്. കാരണം പുഴ കടന്ന് പോകുമ്പേ ഭയങ്കര തണുപ്പാണ് അമ്മാന്ന് അവള് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു സാരില്ല, എന്നാ മേല് കഴുക്, വൈകിട്ട് കുളിക്കാന്ന് പറയാണ്. ഇപ്പൊ രാവിലെ ആകുമ്പോ തുമ്മലിന്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പൊ ഞാൻ ആന്റിക്കുള്ള ചായയൊക്കെ റെഡിയാക്കി ഫ്ലാസ്കിലാക്കി കൊടുക്കണം. ആന്റിക്ക് കടുപ്പം വളരെ കുറച്ച് മതി കേട്ടോ. നമുക്കാണ് കടുപ്പം വേണ്ടത്. ഞങ്ങള് അപ്പൊ ആന്റിയുടെ ചായ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ആ ചായ തന്നെ കുറച്ചും കൂടി ചായപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടി തിളപ്പിക്കും. ഇച്ചിരി പഞ്ചസാര ഇട്ടങ്ങ് എടുക്കും. അപ്പൊ അതാണ് നമ്മുടെ കടുപ്പമുള്ള കട്ടൻ ചായ. ആന്റിക്ക് നേരെ കടുപ്പം മതി. അപ്പൊ അങ്ങനെ ഞാൻ രാവിലത്തെ കാര്യങ്ങളെല്ലാം വേഗം തീർക്കാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ എന്താ പറയാ, ജോക്കുട്ടനെ വിളിക്കാൻ നേരമായിട്ടുണ്ട്. അപ്പൊ അത് അവനെ വിളിക്കണം. അവനിന്ന് രാവിലെ ഭയങ്കര കരച്ചിലായിരുന്നു. അവന് ഫ്രൈഡേ ആനുവൽ ഡേ ആയിരുന്നു. ശനിയാഴ്ച ഉണ്ടായില്ല, ഞായറാഴ്ച ഉണ്ടായില്ല. തിങ്കളാഴ്ച അവന്റെ ക്ലാസ്സിൽ ഒരു സിസ്റ്റർ മരിച്ചു. അപ്പൊ അതുകൊണ്ട് തിങ്കളാഴ്ച അവനുണ്ടായില്ല. അപ്പൊ ചൊവ്വാഴ്ച അവന് പോകാൻ ഭയങ്കര മടിയാണ്. അപ്പൊ ഭയങ്കര സങ്കടത്തിലാണ് അവൻ എണീറ്റ് വന്നത് തന്നെ. കരഞ്ഞ് പിഴിഞ്ഞ് ഒരു കണക്കിനാണ് നമ്മളൊന്ന് അവനെ സെറ്റാക്കി നമ്മൾ എടുക്കണത്. കരഞ്ഞ് നമുക്ക് രാവിലെ കരയുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടവും ദേഷ്യമൊക്കെ വരും. അപ്പൊ നമുക്ക് പിന്നെ വേറെ
രാവിലത്തെ ജോലിയുടെ ടെൻഷൻ, ഈ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണതിന്റെ ടെൻഷൻ, അതുമല്ല ഞങ്ങൾക്ക് വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ടെൻഷനൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഈ രാവിലെ മക്കൾ കരയുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം വരും, ദേഷ്യവും വരും. പിന്നെ ഒരു കണക്കിനൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നന്നായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ട് എൻ്റെ പൊന്നിന്ന് സൂപ്പറാണെന്ന് ടീച്ചർ പറയുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വിട്ടേക്കണ്ടേ. ടീച്ചർ അങ്ങനെ പറഞ്ഞാൽ മതി എന്നാണ് എൻ്റെ പ്രാർത്ഥന. അത് നന്നായിട്ട് കളിച്ചു കിട്ടോ. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കളിച്ചു. ഏറ്റവും ഫ്രണ്ടിൽ നിന്നിട്ട് എല്ലാ മക്കളും നന്നായിട്ട് കളിച്ചു. നമ്മുടെ കുഞ്ഞും നന്നായിട്ട് കളിച്ചു. നല്ല നമുക്കൊരു സന്തോഷമായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവരുടെ സ്കൂളിലൊരു സിസ്റ്റർ മരിച്ചത്. അത് മാത്രം ഒരു വിഷമം. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പമൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. ഞാൻ തലേ ദിവസം തന്നെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ കമൻറ്റ് ബോക്സിൽ. ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇട്ടേക്കാം. അപ്പം ഞാൻ എന്താ വെള്ളയപ്പം എല്ലാം ഉണ്ടാക്കി വെക്കും. രാവിലെ അന്നമോള് പോകുന്നതിന് മുന്നേ തന്നെ ആൻറ്റിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടേ കൊടുത്തിട്ടാണ് പോണത്. ചിലപ്പോൾ നേരം പോയ നേരത്തൊക്കെ ആണെങ്കിൽ ഞാൻ പറയും ചായ മാത്രം കൊണ്ടേ കൊടുക്കുക, ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഒരു 10 മണിയാകുമ്പോഴേക്കും, 10 മണിയല്ല ഒരു 9 മണിയാകുമ്പോൾ ഇവർ പോകുമല്ലോ. അത് കഴിയുമ്പോഴത്തേനും നമുക്കുള്ളത് ഉണ്ടാക്കുമ്പോഴത്തേനും ചൂടോടെ തന്നെ ഞാൻ കൊണ്ടേ കൊടുത്തേക്ക്. ഇതിപ്പോൾ രാവിലെ തന്നെ വേഗം ഞാൻ അന്നമ്മോളോട് പറഞ്ഞു കൊണ്ടേ കൈയോടെ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളിതാ വേഗം കൊണ്ടേ കൊടുക്കും. അവളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. അപ്പം അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഒരു അപ്പൂപ്പന്താടി കിട്ടി കേട്ടോ. അപ്പുക്കുട്ടിന്റെ ചെറുത് കിട്ടി. ഇത് ഭയങ്കര പണ്ടൊക്കെ എപ്പോഴോ കണ്ടതാണ്. കുഞ്ഞില് അംഗൻവാടി കൊണ്ട് വരുമ്പോ ഡോറാബുജിയുടെ ബാഗ് ഉണ്ടായിരുന്നു. അതിന്റെ മറ്റേ കുഞ്ഞി വാട്ടർ ബോട്ടിൽ ഞാൻ ഇട്ടോണ്ട് വരും. അപ്പുക്കുട്ട നോക്കിയടാ. നമ്മുടെയൊക്കെ കുഞ്ഞില് ആ പറമ്പിൽ കാവുംപറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പറന്നു പോവും. നിങ്ങൾ വൈകുന്നേരം വരെ വന്നവരെ നിക്കൂല. ഡപ്പ നോക്കിട്ട് നനവില്ലാത്ത ഡപ്പ വേണം. നമ്മ അടുത്ത് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷെ ഇതിനൊരു കോലുണ്ട്. അത് വിത്താണത്. അത് വിത്തവിടെയും പൊട്ടി വീണിട്ടുണ്ടാവും. കോലത്തോടിച്ചിട്ട് ഞാനപ്പോൾ അവിടെ സിങ്കൊക്കെ ഒന്ന് തേച്ച് കഴുകാണ്. പാത്രങ്ങളൊക്കെ ഒതുങ്ങി കഴിഞ്ഞപ്പോഴത്തേന് അപ്പൂട്ടൻ ഉറക്കം തൂങ്ങി സങ്കടപ്പെട്ട സ്ലാബിന്റെ പുറത്തിരിപ്പുണ്ട്. അപ്പം ഞാൻ എന്താ ജോക്കുട്ടിന് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണ്. ഇച്ചിരി മതിയമ്മ എന്നൊക്കെ വിഷമിച്ചപ്പം കുറച്ചെടുത്തുള്ളൂ കേട്ടോ. ഇനി അത് കാണിച്ചിനി കരയിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് കുറച്ചെടുത്തുള്ളൂ. ഞാൻ തന്നെ വാരി കഴിച്ചോളാം എന്ന് പറയുന്നത്. വാരി തന്നെ തിന്നോ? വേദന കേട്ടാ. പിന്നെ വേറെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, മോനെ എന്താ 2 പേര് വിളിക്കുന്നതെന്ന്. ജോക്കുട്ടാന്നും അപ്പുക്കുട്ടാന്നും ചിപ്പി വിളിക്കുന്നുണ്ടല്ലോ എന്ന്. നമ്മുടെ കുഞ്ഞ് ജനിച്ചത് 2020 ജനുവരി 8-ാം തീയതിയാണ്. അപ്പോൾ ആ സമയത്ത് കൊറോണ ചൈനയിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയം. നമ്മുടെ കേരളത്തിലേക്ക് ഇന്ത്യയിലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആ സമയത്ത് അവിടെയാണ്. അപ്പോൾ കുഞ്ഞ് ഒരു 3 മാസം, എനിക്ക് സിസേറിയനായിരുന്നു. ഒരു 3 മാസം ആകുമ്പോഴത്തേനും നമുക്ക് മാമോദീസ നടത്തണമല്ലോ. മാർച്ച് അങ്ങ് ആയപ്പോഴത്തേനും, ഫെബ്രുവരി ലാസ്റ്റോ മാർച്ച് ആദ്യമൊക്കെ ആയപ്പോഴത്തേനും കൊറോണ അങ്ങോട്ട് മൂത്ത് എല്ലായിടത്തും സ്പ്രെഡായില്ലേ. അപ്പോഴേക്കും നമുക്ക് മാമോദീസ നടത്താൻ വഴിയില്ല, പള്ളി തുറക്കുന്നില്ല, അമ്പലങ്ങളില്ല. അല്ല, അമ്പലത്തിലല്ല, നമ്മൾ പള്ളികളിൽ ഒരു ചടങ്ങും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞ ജൂലൈ ഓഗസ്റ്റ് ആ മാസത്തിനിടയ്ക്കാണ് അപ്പുക്കുട്ടന്റെ മാമോദീസ നടന്നത്. അപ്പൊ ഈ അപ്പുക്കുട്ടൻ എന്നുള്ള പേര് നമ്മൾ ആ സമയത്ത് കുഞ്ഞിനെ നമുക്ക് എന്തെങ്കിലും വിളിക്കണ്ടേ. അപ്പൊ കോമൺലി നമ്മൾ വിളിക്കുന്ന ഒരു പേരാണല്ലോ അപ്പു എന്നൊക്കെ. അപ്പൊ അങ്ങനെ മാഗിയമ്മ, അതായത് ഹസ്ബൻഡിന്റെ അമ്മ മാഗിയമ്മ ഇട്ടതാണ് അപ്പുക്കുട്ടാന്ന്. പിന്നെ ഇവര് പള്ളി കൊണ്ടേ മാമോദീസ മുക്കി ഇമാനുവൽ ജോർജ് എന്ന പേരിട്ടപ്പോ ആ ജോർജിന്റെ ജോയാണ് ഞാൻ ജോക്കുട്ട എന്ന് പറഞ്ഞ് അവനെ വിളിക്കുന്നത്. അപ്പോൾ അവന് നമ്മൾ ആ 6 മാസം അല്ലെങ്കിൽ ഒരു 3-4-5 മാസം നമ്മൾ അപ്പുക്കുട്ടാന്ന് വിളിച്ചപ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇച്ചിരി ഇരുന്നു പോയ ആ പേര്. എന്നാലും എനിക്ക് കൂടുതൽ ഇഷ്ടം ജോക്കുട്ട എന്നുള്ള പേരാണ്. പക്ഷെ ഇടയ്ക്ക് നാവില് അപ്പുക്കുട്ടാന്നും വരും. രണ്ടും നല്ല പേരാണല്ലോ. അപ്പം ഇതാണ് ഈ നമ്മുടെ കുഞ്ഞിന് 2 പേര് വരാനുണ്ടായ കാരണം. കൊച്ചിയിൽ പോയിട്ടുണ്ടെങ്കിൽ മാഗിയമ്മ കൂടുതൽ അവൻ അപ്പുക്കുട്ടാന്നാ വിളിക്കുന്നത് കേട്ടോ. ജോക്കുട്ടാന്ന് വിളിക്കില്ല എന്നല്ല, 2 പേരുണ്ട് അവൻ. അപ്പുക്കുട്ടാന്ന് വിളിക്കും, ജോക്കുട്ടാന്നും വിളിക്കും. അപ്പൊ ഇതാണ് അതിന്റെ പുറകിലുള്ള സ്റ്റോറി. അപ്പൊ ജോക്കുട്ടിന്റെ മൂക്കിലിട്ടൊരു തട്ട് കൊണ്ടു. ഞാൻ തടയൊക്കെ കൊടുത്തു, തമാശയായിട്ട് എടുത്ത്. അച്ചോടാ പൊന്ന, അയ്യോ വേനെടുത്താ മുത്തേ എന്നൊക്കെ ചോദിച്ചു. ഇപ്പൊ ഇടുന്നല്ലോ വിളിക്കും. ഞാൻ ചുമ്മാ അയ്യോ പോട്ടെ എന്നൊക്കെ അങ്ങനെ പറയുമ്പോഴത്തേനും പിന്നെ ചിരിച്ചങ്ങ് എടുക്കുള്ളൂ. ഷൂ എടുത്തിട്ടില്ലേ? എടുത്തോണ്ട്
അപ്പോൾ ഇതെല്ലാം റെഡിയായെന്ന് പറഞ്ഞിട്ട് ഷൂ ഇട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഷൂ ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞു. പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഉടുപ്പിൽ തന്നെ ആ പൊടിയൊക്കെ ഇങ്ങോട്ട് തൂക്കൂട്ടോ. കാരണം ഈ ഡ്രസ്സ് എനിക്ക് മാറാനുള്ളതാണ്. മീനൊക്കെ വെട്ടാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മാറാനുള്ളതാണ്. പിന്നെ വേറെ ഡ്രസ്സ് തുണിയൊന്നും എടുക്കാൻ പോകാൻ എനിക്ക് വയ്യ. അപ്പോൾ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഷൂ ഒക്കെ ഇടിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇവർ പോയി കഴിഞ്ഞിട്ടുള്ള കുറച്ചൊക്കെ സിബ് ഇട്ടിട്ടില്ല കേട്ടോ. അച്ഛനെ ഒത്തിരി സിബ് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവന് നാണം വന്നു. അപ്പോൾ രാവിലത്തെ തിരക്കെല്ലാം കഴിഞ്ഞ് എൻ്റെ മക്കളൊക്കെ പോവുകയാണെങ്കിൽ എനിക്ക് കൊച്ചു കൊച്ചു ജോലികളൊക്കെ ബാക്കിയുള്ളൂ. കൊണ്ടുപോകാനുള്ള എടുത്ത് വെച്ചാ കൊണ്ടുപോകാനുള്ള മരുന്ന് എടുത്ത് വെച്ചാ കഴിക്കറോട്ട് ഉച്ചയാകുമ്പോ നിനക്ക് കഴിഞ്ഞ ആഴ്ച മുഴുവൻ മരുന്നായിരുന്നില്ല എൻ്റെ പൊന്നെ. വെറുതെ മനുഷ്യന് നീ സ്കൂളിൽ പോയോ അതിന് കഴിഞ്ഞ ആഴ്ച കൊണ്ടുപോകാൻ തരാനായിട്ട്? ഉപ്പൻ തട്ടി അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം വരുമ്പോൾ കളിച്ചോ. ഓക്കേ പറന്നു പോകൂല. കിറ്റിലിട്ട് വെച്ചേക്കണേ നമ്മ. ഇല്ലടാ അമ്മ കെട്ടി വെച്ചേക്ക പോവൂല. ഇറങ്ങിക്കങ്ങള് മീൻ വെട്ടാറുണ്ട്. എണ്ണി ഇപ്പം അത് നോക്കാം. എൻ്റെ മോളെ അവിടെ നിന്ന് മീൻ എണ്ണിയപ്പോൾ ഞാൻ മീൻ എണ്ണിയെ കുറഞ്ഞു പോകുമ്പത്തേ വേഗം പോകുന്നു പറഞ്ഞ് ഞാൻ വിടുകയാണ്. രണ്ടുപേരും പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ ജോലികളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഇനി നടക്കും. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അതേപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും താങ്ക് യു. അപ്പുകുട്ടനെയും ജോക്കുട്ടനെയും അന്നമോളെയൊക്കെ എപ്പോഴും തിരക്കുന്നുണ്ട്. എല്ലാവരും ഒത്തിരി സന്തോഷം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വ്ലോഗാണ്. ഹായ് കിടക്കട്ടെ. അപ്പോൾ അതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഫ്രണ്ടെന്ന് പറയാൻ വയ്യ, ഞാൻ അവളെ പഠിപ്പിച്ചിട്ടുണ്ട്, ട്യൂഷൻ എടുത്തിട്ടുണ്ട്. ഗോപികയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ടാറ്റാ.